ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കിടിലൻ ഡിഷാണ് ചിക്കൻ ടിക്ക കബാബ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇതെങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ചിക്കൻ ടിക്ക കബാബ് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്നായി ക്ലീൻ ചെയ്തിട്ടുള്ള ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒരു 200 ഗ്രാം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു 1 അവറിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള തൈര് തന്നെ എടുക്കണേ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അത്യാവശ്യം നല്ല കളറുള്ള മുളക് പൊടി തന്നെയാണ്, അല്ലെങ്കിൽ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കും. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തിയും, 1/2 ടീസ്പൂൺ ഉപ്പും, 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ഒരു പിഞ്ച് അളവിൽ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ എല്ലാ പീസിലും പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഒരു 1 അവർ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾ എത്രത്തോളം നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ, ഒരു ഓവർനൈറ്റ് എടുത്താൽ അത്രയും ഫ്ലേവർഫുൾ ആയിരിക്കും. ഞാനിത് ഒരു 3 അവർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ക്യൂവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം വലുപ്പമുള്ള ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പച്ച ഈർക്കളോ എടുത്താലും മതി. ഇതിലേക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു സവാളയുടെ ഒരു ലെയർ ഒരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ ചിക്കൻ്റെ ഓരോ പീസും ലെയർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എൻഡിലും ഒരു സവാളയുടെ ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലും 5 പീസ് വെച്ചിട്ട് നമ്മളിത് 2 എണ്ണം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ഗ്രില്ലിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. നോർമൽ പാനിൽ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഈ സ്ക്യൂവർ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നോർമലി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഇതിന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെ മസാല മിക്സ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. കാരണം എത്രത്തോളം നമ്മൾ ടൈം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം ഇത് ഫ്ലേവർഫുൾ ആയിരിക്കും, ചിക്കൻ നല്ല സോഫ്റ്റും ആയിരിക്കും. എല്ലാ ഭാഗവും ഒരുപോലെ ഇതാ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ജ്യൂസിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഫ്ലേവർഫുൾ ആയിട്ടുള്ള ചിക്കൻ ടിക്ക കബാബ് ഫൈനലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസിന്റെ കൂടെ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ റൈസിന്റെയോ നാനയുടെയോ ഒക്കെ കൂടെ ചേർത്താൽ ഒരു സൂപ്പർ മെയിൻ കോഴ്സും ആയിട്ടും കഴിക്കാം. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.